ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. എൻ്റെ കയ്യിൽ മട്ട അവിലും വെള്ള അവിലും ഉണ്ടായിരുന്നു. നമ്മൾ എടുത്തത് മട്ട അവിലാണ് കേട്ടോ. 2 ബൗള് മട്ട അവിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. വേറെ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങാപ്പീരയാണ് കേട്ടോ. ആവശ്യാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ടത് 1 ബൗളാണ്. അത് ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ശർക്കര തിരുവിയിടുന്നുണ്ട്. ഇതും നിങ്ങളുടെ തന്നെ അളവ് അനുസരിച്ചാണ് ഇടേണ്ടത്. നമ്മൾ ഇപ്പം അളവൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഇടുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ ചീകി എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ശർക്കര അരിയുമ്പം. പിന്നെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരുന്ന നൈഫ് വെച്ചിട്ടൊന്ന് വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ടാവാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് തൊര ആയി വന്നിട്ടുണ്ട് കേട്ടോ ശർക്കര. റെസ്റ്റിൽ കുറേ നേരം വച്ചിരുന്ന ആ ഒരു അവിലിലോട്ട് നമ്മൾ ചിരകിയ ആ ഒരു ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം തന്നെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് 2 സ്പൂണ് പാലാണ്. പാലൊഴിച്ചത് കൊണ്ട് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കും. അതുമല്ലാതെ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ചായയുടെ കൂടെ ഈ ഒരു സ്നാക്സ് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. വേണമെന്ന് വെച്ചാൽ തേങ്ങേൻ്റെ വെള്ളവും കൂടാതെ വെള്ളവും കൂടെ സാധാ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ അത് ഒന്ന് ആ ഒരു മിക്സ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു നുള്ളു ഉപ്പും ഏലക്ക പൊടിയാണ് ചേർക്കേണ്ടത്. പക്ഷേ നമ്മളെ കയ്യിൽ ഏലക്ക ഉള്ളതുകൊണ്ടാണ് ഏലക്ക ആഡ് ചെയ്തത്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ എടുത്ത് കഴിക്കാമെന്നുള്ളതാണ് കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.